ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ആയില്ലേ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ജുഗൂട്ടനുണ്ട് ഗായ്സ്. ഹായ് പറ കുഞ്ഞ. ഹായ് പരീടി. ഹായ് പരീടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. മുട്ട ബജ്ജി. മുട്ട ബജ്ജി. നാടൻ കുട്ടിക്ക് നാടൻ മണ്ണു. കുട്ടിക്ക് നാടൻ മണ്ണൂടി. അപ്പം ഗൈസ്, നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആകുന്നൊന്നും. ഞാൻ ഏട്ടൻ വരുമ്പോൾ മുട്ട ബജ്ജി ഉണ്ടാക്കി വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജിക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ മുട്ടയാണല്ലോ. അപ്പം നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു 5 മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ, വെറുതെ പണി പേടിക്കണ്ടല്ലോ അല്ലേ. നല്ലത്. മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടില്ല. ഞാൻ ഉപ്പാണ് കേട്ടോ ചേർക്കാറ്. ചിലർ വിനാഗിരിയൊക്കെ ചേർക്കും തോന്നുന്നു. ഞാൻ എന്താ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജുഗൂട്ടൻ ഇവിടെ എന്ത് ചെയ്യാണെന്നറിയോ? കളിച്ചാണു പൊഞ്ഞ. എന്തി നോക്കിനിത് അമ്പോ. അപ്പം ഞാനിതാ ഈ ഒരു കപ്പ് ബൗളിൽ കടലമാവാണ് കേട്ടോ. കടലമാവ് ഇട്ട് കൊടുക്കാൻ പോകും. കുറച്ചും കൂടി എടുക്കാൻ തോന്നുന്നല്ലേ. കുറച്ചും കൂടി കടലമാവ് എടുക്കാം. മൊത്തം ഇട്ട് കൊടുക്കാം കേസ്, അതാ നല്ലത്. ഇനി എന്താ ഇടുക? മുളക് പൊടി. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഞാൻ കണ്ട വീഡിയോയിൽ കാശ്മീരി ചില്ലി ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പൊടിച്ച മുളക് പൊടിയേ ഉള്ളൂ. നമുക്കത് ആവശ്യത്തിന്. ഇതൊക്കെ എൻ്റെ കയ്യിൽ പറഞ്ഞത് കായപ്പൊടി. കായം ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞത് കായമില്ലേ, അതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് കായമില്ല, കായപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കിട്ടില്ല ഗൈസ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പിടാണ്. നമ്മൾ ഇങ്ങനെ കഴിക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കൂ. പിന്നെ മിക്സ് ചെയ്യാം. നോക്ക് ഏട്ടാ, മുട്ട ബജ്ജി എങ്ങനെ ഉണ്ടായിരുന്നു പറ. അതാ അടിപൊളിയായിരുന്നു. പക്ഷെ മുളക് ബജ്ജി അടിപൊളിയായിരുന്നു. പക്ഷെ ഉള്ളിപ്പടി അടിപൊളിയായിരുന്നു. പിന്നെ എന്താ കുറച്ച് അരിപ്പൊടി നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാവില്ലേ, മതി കുറച്ച്, 1 ടേബിൾ സ്പൂൺ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൂട് വെള്ളം മാറ്റിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സുഖമായിട്ട് തോലൊക്കെ വേർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ജുഗൂട്ടൻ ഇതാ അങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. എങ്ങോട്ടാ വരുന്നേ? എങ്ങോട്ടാടാ? എവിടേക്കാടാ? ഷോത്തുപ്പാ, നമ്മുടെ ജുഗൂട്ടാ. നമ്മളുടെ മുട്ടയും ബാറ്ററും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് റെഡ് കളറാണ് കേട്ടോ ബാറ്റർ, മഞ്ഞ കളറല്ല. വീഡിയോയിൽ നല്ല കളർ മാറ്റമുണ്ട്. അപ്പം നമുക്കിനി ഇത് പൊരിക്കാം. എങ്ങനെയുണ്ടെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ എണ്ണ ചൂടാവാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാവുന്നു. നമുക്ക് നോക്കാം, ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും ബാറ്ററും എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മുട്ട ബാറ്ററിലൊക്കെ മുക്കി പൊരിക്കാൻ വേണ്ടി വെച്ചു ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിട്ട പാത്രം വേണ്ടായിരുന്നു. സാധാ നമ്മുടെ ചീഞ്ചട്ടി തന്നെ എടുത്താൽ മതിയായിരുന്നു തോന്നുന്നു. പക്ഷേ കൊള്ളാം. പക്ഷെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമുക്കൊരു വലിയ പറ്റി. അതെന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. മുട്ട ബജിയുടെ പരീക്ഷണം നിർത്തി. അതാ മുട്ട ബജിയുടെ കോല പൊട്ടിത്തറുത്ത്
തെറിച്ചു ഒക്കെ കൂടി. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മാവിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉള്ളിവട പോലെ ഉണ്ടാക്കി. പക്ഷെ അതും ഫ്ലോപ്പല്ല ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. ഷേപ്പിലൊക്കെ എന്ത് ടേസ്റ്റിലല്ലേ കാര്യം ഏട്ടാ. മുട്ടപ്പച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പറ. അതാ അടിപൊളിയായിരുന്നു. പക്ഷെ മുളക് ബജ്ജി അടിപൊളിയായിരുന്നു. പക്ഷെ ഉള്ളിപ്പടി അടിപൊളിയായിരുന്നു.